രാജ്യത്ത് നടക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 22 പ്രധാന അണക്കെട്ടുകളിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിതീവ്രമായിട്ടുള്ള മഴയെ തുടർന്ന് ഗുജറാത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അഹമ്മദാബാദ്, മോർബി ഉൾപ്പെടെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടും കച്ച് ഉൾപ്പെടെ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറും മണിക്കൂറുകൾക്കുള്ളിൽ മോർബിയിൽ മാത്രം പെയ്തിറങ്ങിയത് 8 ഇഞ്ചിലധികം മഴയാണ്. ഇതിനോടകം തന്നെ 15 വലിയ അണക്കെട്ടുകൾ അവയുടെ പൂർണ്ണ സംഭരണ ശേഷിയിൽ എത്തിക്കഴിയുകയും ചെയ്തു. മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റും ഇടിമിന്നലോട് കൂടിയ അതിതീവ്ര മഴയും വരും മണിക്കൂറുകളിലും തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്നാൽ പ്രകൃതിയുടെ ഈ വലിയ വെല്ലുവിളിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അതീവ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് ഭരണകൂടവും സൈന്യവും നടത്തുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 17 സംഘങ്ങളും SDRFന്റെ 33 പ്ലാറ്റൂണുകളും ഇവർക്കൊപ്പം ഇന്ത്യൻ കരസേനയുടെ 6 യൂണിറ്റുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് 27,800-ലധികം ആളുകളെയാണ് ഒറ്റ രാത്രി കൊണ്ട് സേന അതിവേഗം സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. വെള്ളത്തിൽ കുടുങ്ങിപ്പോയ 50-ലധികം ജീവനുകൾ സൈന്യം അതിസാഹസികമായി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അടുത്ത 3 മണിക്കൂർ അതിനിർണായകമാണ്. പ്രകൃതിക്ഷോഭം കനക്കുമ്പോഴും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലൊരുക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇന്ത്യൻ സായുധ സേനയും പൂർണ്ണ സജ്ജരാണെന്നത് രാജ്യത്തിന് വലിയ ആശ്വാസം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്.